അമ്മ ചത്തു എന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ വീണ്ടും അവിടെ ഇവിടെ അനക്കം വെച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വീണ്ടും കേരളം മാറ്റിക്കുന്നതാണ് തോന്നുന്നത് ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ. ഇപ്പം അമ്മയുടെ ആൾക്കാരെയും കൂടി നടന്മാർ, ഫസ്റ്റ് ക്ലാസ് നടന്മാർ, സെക്കൻഡ് ക്ലാസ് നടന്മാർ, ഹൈ പവർ നടന്മാർ, തേർഡ് ക്ലാസ് നടന്മാർ, ഫോർത്ത് ക്ലാസ് നടന്മാർ, ഇളിപ്പൻ നടന്മാർ എല്ലാവരും കൂടി 2500 പേര് കൂടിയിട്ട് ഒരു സമ്മേളനം എറണാകുളത്ത് നടത്താൻ പോവുകയാണ്. എറണാകുളത്തോ അതെ നടത്താൻ പോവുകയാണ്. അതിനൊരാൾ എന്നോട് വിളിച്ചു പറഞ്ഞത് വീണ്ടും അമ്മയുടെ മീറ്റിംഗ്. എന്നിട്ട് അമ്മയ്ക്കൊരു ഫുൾ ഫോം കൊടുത്തിരിക്കുകയാണ്, അസോസിയേഷൻ ഓഫ് മലയാള നടികളുടെ മുറികളിൽ മുട്ടുന്ന അലവലാദികൾ. AMMA കറക്റ്റ് അല്ലേ? ചിലപ്പോൾ വീണ്ടും വലിയൊരു മീറ്റിംഗ്, 2500 പേരുടെ മീറ്റിംഗ്. അവിടുന്ന് വീണ്ടും പതുക്കെ 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 ഞെക്കി പിഴിഞ്ഞ് ഒരു ന്യൂ അമ്മ വരാനുള്ള സാധ്യതയുണ്ട്. മലയാള സിനിമയ്ക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു സംഘടനയുടെ ആവശ്യമില്ല. പക്ഷേ അത് ചിലവരുടെ ആവശ്യമാണ്. ചിലവരുടെ അപ്രമാദിത്വം കാണിക്കാൻ ഈ സംഘടന ആവശ്യമാണ്. പോത്തിനൊരു സ്വഭാവമുണ്ട്. എത്ര കാലം അതിനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കുളിപ്പിക്കാൻ വേണ്ടി വല്ലയിടത്തും വല്ല പാടത്തോ അവിടെ കുളത്തിനെ കൊണ്ടുപോയിട്ട് നമ്മളെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ട് കയറ്റി കൊണ്ടുപോകും. അത് 1 കൊല്ലം 2 കൊല്ലം അതിനെ നമ്മുടെ വീട്ടിലേക്ക് വഴി തെളിയിച്ചാലും പിറ്റേ ദിവസം അതിനെ അഴിച്ചു വിട്ടാൽ അതേ എവിടേക്കും പോവും. ആണ് കാരൻ്റെ വാഹനം പോത്തായത്. എവിടേക്കാ കയറി വേണമെന്ന് അറിയില്ല. അതൊരു കോമാളിയാണ്. മരണം ഒരു കോമാളിയാണ്. അതിന് ബോധമില്ല, എവിടേക്കാ കയറി പോകണമെന്ന് അറിയില്ല. അതിൻ്റെ പോത്തിൻ്റെ പുറത്ത് യമനിങ്ങനെ ഇരിക്കും. പോത്ത് എവിടേക്കാ കയറി പോകണമെന്നറിയില്ല. കയറി പോയി അവിടുത്തെ ആളെ പിടിക്കും. 16 വയസ്സുള്ള ആളെയും പിടിക്കും, 101 വയസ്സുള്ള ആളെ ചിലപ്പോൾ പിടിച്ചു എന്നും വരില്ല. പോത്ത് പോകണോടത്തല്ലേ യമന് പോകാൻ പറ്റുള്ളൂ. അപ്പം പോത്തിൻ്റെ കഴുത്തിൽ ഒരു കയറിട്ടാലേ കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. പശുവാണ് ഇതൊക്കെ വെച്ചാൽ ആനയ്ക്ക് പോലും ചങ്ങലയുടെ ആവശ്യമില്ല. ഇവിടെ തൃശ്ശൂർ പി സി ചാക്കോ അവരാളുണ്ട്, ചാക്കു മുതലാളി. അദ്ദേഹത്തിൻ്റെ 2-3 ആനകളുണ്ടായിരുന്നു. ആ ആനകളെ അവർ അഴിച്ചുവിടുകയും ചെയ്യും. അഴിച്ചുവിടുകയും വെച്ചാൽ മരക്കമ്പനിയിൽ വന്ന് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞാൽ പൊക്കോടാന്ന് പറയും, ഞാൻ പിന്നാലെ വരാമെന്ന് പറയും. ഈ 2 ആനകളും പതുക്കെ വരിയായിട്ട് വന്ന് അതിനുള്ള കുറച്ച് ചില പഴക്കടയുടെ വന്നിട്ട് ഡോ എൻ്റെ പഴം എവിടെയാണെങ്കിലും ചോദിക്കും അവർ മലയാളത്തിൽ. സംസാരിക്കുന്ന ആനയോടോ, ആന സംസാരിക്കും മലയാളത്തിൽ. അപ്പോൾ പോണ വഴിക്ക് ഓരോ സ്ഥലത്ത് പോയിട്ട് അവിടെ കടകളിലേക്കും പോയി കടകളിൽ ഹലോ 2 ദിവസം കണ്ടില്ലല്ലോ എന്നും പറഞ്ഞ് അദ്ദേഹം പി സി ചാക്കുവിൻ്റെ വീട്ടിലേക്ക് എത്തും ആനകൾ. അപ്പം അതിനൊക്കെ ഒരു വിവരമുണ്ട് അത്യാവശ്യം. പോത്തുകൾക്ക് വിവരമില്ല. ആയതുകൊണ്ട് തന്നെ ഇവരെ കഴുത്തിൽ കയറിട്ട് പിടിച്ചാലേ ഒപ്പം നിൽക്കുള്ളൂ. അമ്മ എന്ന് പറഞ്ഞ സംഘടന ഉണ്ടായതുകൊണ്ട് ആരിവിടെ അഭിനയിക്കണം, ആരഭിനയിക്കേണ്ട, ആര് കിടക്കണം, ആരിരിക്കണം, ആര് കുനിഞ്ഞു നിൽക്കണം, അതൊക്കെ ഇവർ ഒരു ഹൈ പവർ അവിടെ ഉണ്ടായിരുന്നു. അവർ തീരുമാനിക്കുന്ന പോലെ അവിടെ കാര്യങ്ങൾ നടത്തിയിരുന്നത്. അങ്ങനെയാണ് നടികൾ മുഴുവൻ അവസാനം കരഞ്ഞും കാല് പിടിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരെ എത്തിച്ചു കാര്യങ്ങൾ. ഇൻ്റർവ്യൂ എന്നും പറഞ്ഞ് അവിടേക്ക് വിളിക്കും. അങ്ങോട്ട് തിരിഞ്ഞേക്ക് ഫോട്ടോ എടുത്തു, ഇങ്ങോട്ട് തിരിഞ്ഞേക്ക് ഫോട്ടോ എടുത്തു, ഒന്ന് കിടക്ക് ഫോട്ടോ എടുത്തു. ബാക്കിയുള്ള ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടന ഇല്ലാതായ സമയത്ത് അമ്മ എന്ന് പറയുന്ന ആ ഒരു കയറും വെച്ചുകൊണ്ട് ആരെയും കഴുത്തിൽ കെട്ടി വലിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും സ്വതന്ത്രരാണ്. ഇപ്പോൾ പുതിയ പിള്ളേർ ഒരുപാട് വന്നിട്ടുണ്ട്. അവരൊക്കെയും സ്വതന്ത്രരാണ്, നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇന്നലെ ഒരു സിനിമ എനിക്കൊരാളെ അയച്ചെന്ന് കണ്ടു. അതിലായിക്കൂടി ആ സിനിമയുടെ പേരിന് ഓർമ്മിക്കുന്നില്ല. അതിനായിക്കൂടി ആ നിവിൻ പോളി അല്ലല്ലോ. ഇപ്പം അത് എനിക്ക് ആ പേര് പറയില്ല, പോട്ടെ. അതിൽ കുടിയനായിട്ട് അഭിനയിക്കുകയാണ്, മഹാകുടിയനായിട്ട് അഭിനയിക്കുന്നത്. പേര് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ അയാളിൽ വെഞ്ഞാറമ്മയുടെ സ്വരാജാണ് പിന്നെ അതിനകത്തുള്ളത്. അയാളെന്തോ പൈസ അന്വേഷിച്ച് നടക്കുന്ന ഒരാൾ, പാവം. ഇയാളുടെ അടുത്ത് വന്ന് പെട്ടു. എന്നിട്ട് അയാൾ കുടിയനായിട്ട് അഭിനയിച്ചിരിക്കുകയാണ്.
ഏത് ഈ 2.25 മണിക്കൂറും കുടിയനായിട്ട് അത് നിസ്സാര കാര്യമല്ല. ആ ഒരു മാനറിസം കൊണ്ട് നടക്കണമല്ലോ. അയാൾ കുടിയനല്ല. അപ്പം അയാൾ കുടിയനായിട്ട് അഭിനയിക്കുകയാണ്. എത്ര മനോഹരമായിട്ട് പുതിയ പിള്ളേർ വരെ അത്ഭുതാവഹമായിട്ടുള്ള വിസ്മയാവഹമായിട്ടുള്ള അഭിനയങ്ങളെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആയതുകൊണ്ട് തന്നെ അമ്മ എന്ന് പറഞ്ഞ സംഘടനയും അതിലെ പവർ കമ്മിറ്റിയും കൈവിട്ടു പോയപ്പോൾ ഇവരുടെ മറ്റേ പരിപാടി എന്താ ഈ മറ്റേ പരിപാടി? എണീക്കാൻ തന്നെ വാതിലിന് മുട്ടുന്ന പരിപാടി ഇപ്പം നടപ്പില്ല. എണീറ്റില്ലെങ്കിൽ പിറ്റേ ദിവസം അമ്മയുടെ വക സസ്പെൻഷൻ, അമ്മയുടെ വക ഡിസ്മിസിൽ. അതല്ലെങ്കിൽ ഇനി അവളെ വിളിക്കണ്ട. സൂപ്പർ സ്റ്റാറിന് ഇഷ്ടമില്ലാത്തൊരു നടിയായി കഴിഞ്ഞാൽ അവളുടെ വടി കഴിഞ്ഞു, തീർന്നു. പാർവതിക്കൊക്കെ സംഭവിച്ചത് അതാണ്. പാർവതി കോഴിക്കോട്ടുള്ളത്. അവർക്ക് ഓക്കെ, അവരുടെ പേര് അതല്ല. അപ്പം തമിഴിലേക്ക് അഭിനയിക്കുന്നുണ്ട്. ആ സിനിമ ഉണ്ടായിരുന്നല്ലോ. ഇതൊക്കെയും മറക്കുകയാണേ. കാത്തിരുന്നു പുഴ മെലിഞ്ഞു. ഞാൻ സിനിമയില്ലേ എന്ന് പ്രിയപ്പെട്ട മൊയ്തീൻ, എന്ന് നിന്റെ സ്വന്തം മൊയ്തീനോ അതിലഭിനയിച്ച പാർവതി. അവർക്ക് ഏതൊരു നടനായിട്ട് ഉടക്കിയോടുകൂടി അയാൾക്ക് പിന്നെ അവർ തള്ളിക്കളയാണ്. അത്രയും നല്ല അടിപിടിയുണ്ടോ? അവരാണ് സൂപ്പർ സ്റ്റാർ. ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ നല്ല സൂപ്പർ സ്റ്റാർ നടി. അവരുടെ റേഞ്ചുള്ള നടികളൊന്നും ഇപ്പോൾ അവിടെ ഇല്ല. പക്ഷേ ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ആരുടെയും കഴുത്തിൽ കയറിടാൻ പറ്റില്ല. ആരും പ്രസിഡന്റും അല്ല, സെക്രട്ടറി അല്ല, ജനറൽ സെക്രട്ടറി അല്ല, ഖജാൻജി അല്ല, ഇടവേളയല്ല, ഒന്നുമല്ല. പണ്ട് ഇടവേളയെ വരെ പേടിയായിരുന്നു ആൾക്കാർക്ക്. അല്ലെങ്കിൽ പാര വയ്ക്കും. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഇവിടെ മറ്റേ ഇയാളുണ്ടായിരുന്നല്ലോ, മറ്റേ ഞാനും സുചിത്രയും വേറെ അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട്. മണി അഭിനയിച്ചത്, മണി കണ്ണുകൊട്ടനായിട്ട് അഭിനയിച്ച ഒരു സിനിമയുണ്ടല്ലോ, വിനയൻ കുട്ടനാട് വിനയൻ. ആ വിനയനേക്ക് ഇതെങ്കിലും നുള്ളിയെടുത്ത് കളയേണ്ടത് എന്തുകൊണ്ടാണ്? അമ്മയുള്ളത് കൊണ്ട്. ഇവരുടെ ഈ സൂപ്പർ സ്റ്റാറുകളുടെയും അവരുടെ പവർ ഗ്രൂപ്പിൻ്റെ ഒപ്പം നിന്നില്ലെങ്കിൽ അവരെടുത്ത് വലിച്ചെറിയണമെങ്കിൽ ഒരു സംഘടന ആവശ്യമാണ്. ഇപ്പം സംഘടന പൊട്ടിയ സമയത്ത് ഇവരുടെ സൂപ്പർ സ്റ്റാറുകളുടെ കാര്യം അവതാളത്തിലായിട്ടുണ്ട്. നിങ്ങളുടെ പാടായി നിങ്ങൾ സിനിമ എടുക്കാതിരിക്കും എന്തായിരിക്കും? ഞങ്ങളുടെ വഴിക്ക് പോകും. ആരും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇനി എന്താ പരിപാടി? അപ്പം ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി വീണ്ടും ഒരു അമ്മ കെട്ടിപ്പടുത്തി ഉയർത്തുകയാണെങ്കിൽ നമ്മളെ കിട്ടൂല. നടന്മാർ ഇപ്പം അതാ പറയണത്. കുഞ്ചാക്കോ ബോബൻ കുഞ്ചാക്കോ ബോബൻ എനിക്ക് എപ്പോഴും തെറ്റും. അങ്ങനെ ഒരു കാര്യത്തിലുണ്ടാവില്ല. പൃഥ്വിരാജിൻ്റെ കാര്യമായിട്ട് ഇപ്പോൾ ബോംബെയിലാണ്. അപ്പം ആയതുകൊണ്ട് തന്നെ ഇനി ഒരു അമ്മ രൂപീകരിക്കുന്ന സമയത്ത് ഒരു പവർ ഗ്രൂപ്പ് എന്നുള്ള പേടി സ്വപ്നം എല്ലാവരും മനസ്സിലുണ്ട്. അതുകൊണ്ട് ആരും തയ്യാറാവില്ല. അപ്പം ഏതായാലും ഇപ്പോൾ ഒരു സൂത്രപ്പണി രൂപേണ വീണ്ടും ഇവരെ വലയിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കട അടച്ചപ്പോൾ വേറെ കട തുറന്നു. അപ്പം എല്ലാ കടയും അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പരിപാടി ഒപ്പിച്ചിരിക്കുകയാണ്. സംഘടനയെ ഒരുമിച്ച് കൊണ്ടുപോകണം. എത്ര മധുര മനോജ്ഞ മണിനാദം അല്ലേ? സംഘടനയെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകണ്ടേ? എന്ന് പറഞ്ഞ അമ്മയുടെ കുടുംബ സംഗമം. താൽക്കാലിക കമ്മിറ്റിയുടെ കുടുംബ സംഗമം ഇന്ന് കൂടുകയാണ്. ഇന്ന് ഇനിയിപ്പോൾ വലിയ പ്രോഗ്രാമിൽ അറേഞ്ച് ചെയ്യേണ്ടതുകൊണ്ട് അതിൽ മമ്മൂട്ടിയുണ്ട്, സൂപ്പർ സ്റ്റാറാണ്. മോഹൻലാലുണ്ട്, സൂപ്പർ സ്റ്റാർ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഇളിപ്പിനെയും കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അത് വന്നപ്പോൾ തന്നെ ഒരു എന്തായാലും പറയാം, മറ്റേ നല്ല ഓണസദ്യയുടെ അപ്പുറത്ത് ഒരു കപ്പിൽ പച്ചത്തീട്ടം കൊണ്ടുവച്ച പോലെയുണ്ട്. അതിന് നടിയിൽ നമ്മുടെ ഇളിപ്യൻ ആ സാധനമുണ്ട്, ചെമ്പുകോഴിയെ കൊണ്ടുവച്ചിട്ടുണ്ട്. കൊച്ചിയിലാണ് അമ്മയുടെ കുടുംബ സംഗമം ചേരുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് നടത്തുന്ന കുടുംബ സംഗമം ഈ പറഞ്ഞ ആൾക്കാർ മോഹൻലാൽ, മമ്മൂട്ടി, ചെമ്പുകോഴി അവരുടെ നേതൃത്വത്തിലാണ്. ഹേമ കമ്മിറ്റി വന്നു. അതോടുകൂടിയിട്ട് പിളർപ്പൊന്നും ഉണ്ടായില്ല. എല്ലാം സ്പ്രെഡിങ് എല്ലാം ഓരോരോ വഴിക്കായി. അമ്മയില്ല, അമ്മയുടെ കയ്യുമില്ല, അമ്മയുടെ കാലുമില്ല, ഒന്നുമില്ല. ആയതുകൊണ്ട് വലിയ വിവാദം ഉണ്ടായി, നാണക്കേടുണ്ടായി, മാനക്കേടുണ്ടായി. ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വീണ്ടും ഒത്തുകൂടാൻ നോക്കുന്നത്. പിളർപ്പിലേക്ക് നീങ്ങി. പിളർപ്പെന്ന് പറയാൻ പറ്റില്ല, എല്ലാം പിളർന്നു, എല്ലാം ഓരോരോ വഴിക്കായി എന്നർത്ഥം. ആ സംഘടനയെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള
ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് വീണ്ടും ഈ പല കോഴികൾക്കറിയില്ല വിളിക്കുന്നത് ഇത് ക്രിസ്മസാന്നറിയില്ല ചാത്തൻകോഴിക്ക് അടുത്ത് പിടുത്താണ് കഴിഞ്ഞു. ഇതുപോലെ വീണ്ടും കഴുത്തിൽ കുരുക്കിടാൻ വേണ്ടിയിട്ടാണ് പുതിയ ശ്രമങ്ങളുടെ പുതിയ നീക്കം നടക്കുന്നത്. 2500-ൽ പരം ആളുകൾ പങ്കെടുക്കുന്ന പരിപാടി കൊച്ചി രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. രാത്രി 10 മണി വരെയാണ് കുടുംബസംഗമം. വീണ്ടും പഴയ കരാറുകളും കോൺട്രാക്റ്റുകളൊക്കെ ഉറപ്പിക്കാം. അമ്മയുടെ 30 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി അമ്മ അംഗങ്ങളും അവരുടെ കുടുംബങ്ങളും ഒത്തുചേരുകയാണ്. പണ്ട് അങ്ങനെയല്ലല്ലോ, കുടുംബമല്ലല്ലോ. പണ്ട് നാടുവാഴികൾ, ബാക്കിയെല്ലാം ആശ്രിതരാ. ബാക്കിയെല്ലാം മൂളികൾ എന്ന് പറഞ്ഞാൽ മൂളി അടക്കുന്ന ആൾക്കാരാ, തലം കുമ്പിട്ട് അടക്കുന്ന ആൾക്കാരാ. അവർ പറഞ്ഞത് കേൾക്കുക, അത്ര മാത്രമേ ഉള്ളൂ. കുനിയാൻ പറഞ്ഞാൽ കുനിയ, കിടക്കാൻ പറഞ്ഞാൽ കിടക്കുക, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുക, ഊരാൻ പറഞ്ഞാൽ ഊര, ഇതൊക്കെയായിരുന്നു പറ്റിയിരുന്നുള്ളൂ. ഇപ്പം എന്തായി? ഭയങ്കര സ്നേഹം. നമ്മളൊക്കെ ഒറ്റ കുടുംബമല്ലേ എന്നൊക്കെ ആയിപ്പോൾ പാട്ട് പാടാൻ തുടങ്ങി. സ്നേഹം. പക്ഷെ അടുക്കണ്ട ഇപ്പോഴേ പറയുന്നു, ആറ്റിലേക്ക് അച്യുതാ ചാടല്ലേ. രാഘവമാഷ് ട്യൂൺ ചെയ്ത പോലെ അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ പോകണ്ട എന്ന്. ഞാൻ പറയും, ഈ 2500 പെട്ടവർ അവർ വീണ്ടും തല വെക്കാൻ ഉദ്ദേശമാണെങ്കിൽ അവരനുഭവിക്കുക. അപ്പം ഞാൻ പറയും, അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ പോകണ്ട എന്ന്. അതാണ് വരാൻ പോകുന്നത്. ഏതായാലും അമ്മ അംഗങ്ങളും അവരുടെ കുടുംബങ്ങളും ഒത്തുചേരുകയാണ്. പരിപാടിയിലൂടെ കുറേ സമാഹരിക്കുന്നുണ്ട്. അംഗങ്ങൾക്ക് ആജീവനാന്ത ജീവൻ രക്ഷാ മരുന്നുകൾ സൗജന്യമായിട്ട് നൽകുന്നതിന് വേണ്ടിയിട്ടാണത്. ഇതൊന്നും രൂപീകരിക്കേണ്ട ആവശ്യമില്ല. ഒരു 15 കോടി രൂപ ബാങ്കിൽ കൊണ്ടിട്ടാൽ പോരെ. എല്ലാവരും 10 കോടി 8 കോടി 10 കോടി വാങ്ങിക്കുമ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരു 15 കോടി രൂപ ഏതെങ്കിലും ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ കാര്യം കഴിഞ്ഞില്ലേ? ഈ പിച്ചക്കാശ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? പിരിവ് നടത്തേണ്ട ആവശ്യമുണ്ടോ? ഏതായാലും ലൈംഗിക അരാജകത്വം, അതിനെ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ, അതിനെ തുടർന്നിട്ടാണ് ഈ അമ്മയുടെ ഭരണസമിതിയെ പിരിച്ചുവിട്ടിട്ടുള്ളത്. ആ കേസുകളൊക്കെ നടക്കുകയാണ്. ഒന്നിന് മേലെ പിന്നാലെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോഴും അതേ രീതിയിൽ നടക്കുമ്പോഴാണ്, അതേ രീതിയിൽ നിൽക്കുമ്പോഴാണ് സിദ്ദിഖിൻ്റെ കേസൊന്നും മാറിപ്പോയിട്ടില്ലല്ലോ, മുകേഷിൻ്റെ കാര്യങ്ങളൊന്നും മാറിപ്പോയിട്ടില്ലല്ലോ, പിന്നെ പല കേസുകളും പുറത്ത് വന്നിട്ടില്ല, വലിയ മീനുകളെ പിടിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം ഏതായാലും ഇപ്പം ഈ നടക്കുന്ന സംഗമങ്ങൾ, പരിപാടികൾ വീണ്ടും വലയിട്ട് മീൻ പിടിക്കാൻ, ഇരയിട്ട് മീൻ പിടിക്കാൻ ഉള്ള പരിപാടിയാണെന്ന് അറിയാത്തവർ ചൊറിയുമ്പോൾ അറിയും. അത്രേ പറയാനുള്ളൂ. നമസ്കാരം.